നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ ഒരു നീലക്കല്ല് പോലെ തിളങ്ങി നിൽക്കുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. എന്നാൽ ഭൂമിക്ക് ചുറ്റും ഒരു മന്ത്രകോടി പോലെ പുതച്ചു കിടക്കുന്ന മനോഹരമായ ഓറഞ്ച് പ്രകാശവലയത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രം കഴിഞ്ഞ ദിവസം നാസ പുറത്തുവിടുകയുണ്ടായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഈ അപൂർവ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നിക്കുന്ന ഈ ദൃശ്യം ഏതെങ്കിലും ക്യാമറയുടെ തകരാറോ അതോ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെ പ്രതിഭാസമോ ആണെന്ന് പലരും കരുതി. എന്നാൽ ഈ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിരന്തരം നടക്കുന്ന ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണെന്ന് നാസ വ്യക്തമാക്കുന്നു. എയർ ഗ്ലോ അഥവാ അന്തരീക്ഷ ദീപ്തി എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രകാശ വിസ്മയത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് ശാസ്ത്രലോകം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 80 മുതൽ 100 കിലോമീറ്റർ വരെ ഉയരമുള്ള അന്തരീക്ഷ പാടകളിൽ നടക്കുന്ന ഒരു സ്വാഭാവിക രാസപ്രവർത്തനമാണ് എയർ ഗ്ലോ. പകൽ സമയത്ത് സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ശക്തമായ അൾട്രാവയലറ്റ് രശ്മികളും മറ്റ് വികിരണങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിലെ തന്മാത്രകളിലും അണുക്കളിലും വന്നു പതിക്കുന്നു. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ സൗരോർജ്ജത്തെ വൻതോതിൽ ആഗിരണം ചെയ്യുകയും അവയിലെ കണികകൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് രാത്രി ആകുന്നതോടെ പകൽ മുഴുവൻ തങ്ങൾ സംഭരിച്ചു വെച്ച ഈ അധിക ഊർജ്ജത്തെ നേർത്ത പ്രകാശകിരണങ്ങളായി ഈ കണികകൾ പ്രപഞ്ചത്തിലേക്ക് പുറത്തുവിടാൻ തുടങ്ങും. നഗരങ്ങളിൽ നമ്മൾ കാണുന്ന നിയോൺ ബോർഡുകൾ വൈദ്യുതിയേറ്റ് തിളങ്ങുന്നതിന് സമാനമായൊരു പ്രതിഭാസമാണിത്. ഇവിടെ വ്യത്യാസം എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷം ഒരു വലിയ നിയോൺ ബോർഡ് പോലെ ആഗോളതലത്തിൽ സ്വയം പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആകാശത്ത് കാണുന്ന ഇത്തരം പ്രകാശങ്ങളെ ആളുകൾ ധ്രുവദീപ്തി ആയോ ഔറോറകളായോ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഔറോറകളും എയർ ഗ്ലോയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സൂര്യനിൽ നിന്നുള്ള കാന്തിക കൊടുങ്കാറ്റുകളും ചാർജ് ചെയ്യപ്പെട്ട കണങ്ങളും ഭൂമിയുടെ കാന്തിക വലയവുമായി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് ഔറോറകൾ ഉണ്ടാകുന്നത്. ഇവ ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ മാത്രമാണ് സാധാരണയായി ദൃശ്യമാകുന്നത്. എന്നാൽ എയർ ഗ്ലോ ആകട്ടെ അങ്ങനെയല്ല. ഇത് ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ദിവസവും രാത്രി ഉണ്ടാകുന്ന ഒന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത് കാണാൻ സാധിക്കാത്തതാണ്. ഇതിൻ്റെ പ്രകാശ തീവ്രത വളരെ കുറവായതുകൊണ്ടാണ്. നഗരങ്ങളിലെ വെളിച്ച മലിനീകരണവും കാർമേഘങ്ങളും ഇതിനെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കും. എന്നാൽ ബഹിരാകാശത്തിൻ്റെ കറുത്ത പശ്ചാത്തലത്തിൽ പൂർണ്ണമായ ഇരുട്ടിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ നേർത്ത പ്രകാശവലയം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. നാസ പുറത്തുവിട്ട ചിത്രത്തിൽ ഓറഞ്ച് നിറത്തിലാണ് അന്തരീക്ഷം കാണപ്പെടുന്നത്. എന്നാൽ എയർ ഗ്ലോ എല്ലായ്പ്പോഴും ഓറഞ്ച് നിറത്തിൽ മാത്രമായിരിക്കില്ല ഉണ്ടാക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഏത് ഉയരത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്നും അവിടെ ഏതുതരം വാതകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ പ്രകാശത്തിൻ്റെ നിറം മാറുന്നത്. പച്ച, ചുവപ്പ്, മഞ്ഞ, പർപ്പിൾ തുടങ്ങി വിവിധ നിറങ്ങളിൽ ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ഉയരെയുള്ള ഓക്സിജൻ ആറ്റങ്ങൾ ഊർജ്ജം പുറത്തുവിടുമ്പോൾ അന്തരീക്ഷത്തിന് പച്ച നിറമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതേ ഓക്സിജൻ ആറ്റങ്ങൾ കുറച്ചുകൂടി ഉയരെ, അതായത് 200 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് പ്രകാശം പുറത്തുവിടുന്നത് എങ്കിൽ അത് ചുവപ്പ് നിറമായി മാറും. ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഓറഞ്ച്, മഞ്ഞ അല്ലെങ്കിൽ പർപ്പിൾ നിറങ്ങൾ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ സോഡിയം തന്മാത്രകളും ഹൈഡ്രോക്സിൽ റാഡിക്കലുകളും ഈ രാസപ്രവർത്തനത്തിൽ പങ്കാളികളാകുമ്പോഴാണ്. നാസയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ചിത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസംഖ്യം നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതയും കാണാം. അതിന് താഴെയായി ഭൂമിയുടെ അതിർവരമ്പിനെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് മനോഹരമായ ഓറഞ്ച് വെളിച്ചം പരന്നു കിടക്കുന്നു. ചിത്രത്തിൻ്റെ വലതുഭാഗത്തായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കറുത്ത നിഴൽ വീണ ഒരു ഭാഗം വ്യക്തമായി കാണാം. ഈ ചിത്രം കണ്ട പ്രപഞ്ചപ്രേമികൾ വലിയ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. മനുഷ്യൻ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ തുടരേണ്ടതിൻ്റെ ആവശ്യകതയെ മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചർച്ചകളും ഈ ചിത്രത്തിന് താഴെ സജീവമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ എയർ ഗ്ലോ പ്രതിഭാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാടകളിലെ താപനില, കാറ്റിൻ്റെ ഗതി, വാതകങ്ങളുടെ അളവ് എന്നിവ മനസ്സിലാക്കാൻ ഈ പ്രകാശ വ്യതിയാനങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ തേടിപ്പോകുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ അന്തരീക്ഷം പോലും എത്രയെത്ര നിഗൂഢതകളും വിസ്മയങ്ങളുമാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് നാസ ഇപ്പോൾ പുറത്തുവിട്ട ഈ ഓറഞ്ച് പ്രകാശവലയത്തിൻ്റെ ചിത്രം. ഓരോ പുതിയ കണ്ടെത്തലുകളും ശാസ്ത്രത്തോടുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ഭൂമിയെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.